ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ ഞങ്ങൾ മന്തി കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. അതിങ്ങനെയാണ്: ഏറ്റവും നല്ല മന്തി കഴിക്കണോ അതോ കുറച്ച് സ്നേഹവും സൽക്കാരമൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് മന്തി കഴിക്കണം? ഏറ്റവും നല്ല മന്തി കഴിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ടൗണിൽ ഒരു ഒറ്റ ഓപ്ഷനാണ് ഉള്ളത്. പക്ഷെ ആ ഹോട്ടലിൽ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ നല്ല മന്തി കിട്ടും, പക്ഷേ വലിയ സ്നേഹമൊന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പൊ ഒരു പരാതി നമ്മൾ പറയുന്ന കരുതിക്കോ, ഞങ്ങൾ കുറെ നേരമായിട്ടിരിക്കാൻ തുടങ്ങി, അപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ മന്തി കിട്ടി, ഫുഡ് കിട്ടി, ഞങ്ങൾ വന്ന ശേഷം വന്ന ആൾക്കാരാണ്, അവർക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു പരാതിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ മുഖത്ത് പോലും ചിലപ്പോൾ നോക്കിക്കൊള്ളണമെന്നില്ല. അതായത് കേട്ടോ ഇല്ലെന്ന് നമുക്ക് സംശയം തോന്നും. ഒരു അരമിനിറ്റിനുള്ളിൽ 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും, മന്തി നമ്മുടെ മേശപ്പുറത്തെത്തും. പക്ഷെ അതിനപ്പുറമുള്ള ഒരു ഹ്യൂമൻ ബാൻഡ് വിഡ്ത്ത് അവർക്കില്ല. ആ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള ഉപരിയായിട്ട് നമ്മളോട് ഇടപഴകുക, ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് അവർക്കില്ല. അവരുടെ മാർജിനും ബാൻഡ് വിഡ്ത്തും ഒക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും മികച്ച മന്തി സെർവ് ചെയ്യുന്നതിലാണ്. ഏറ്റവും നല്ല ചിക്കൻ സോഴ്സ് ചെയ്യുക, ഏറ്റവും നല്ല റൈസ് ഉപയോഗിക്കുക, നല്ല രീതിയിൽ കുക്ക് ചെയ്യുക, നല്ല ടേസ്റ്റിൽ മന്തി സെർവ് ചെയ്യുക. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ഹോട്ടൽ പ്രിഫർ ചെയ്യാറില്ല. കുറച്ചുകൂടി ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ബെറ്റർ ആയിട്ടുള്ള ഹോട്ടലാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യാറുള്ളത്. അവിടെയും ശരാശരിക്ക് മുകളിൽ ടേസ്റ്റുള്ള മന്തിയാണ്, മോശം മന്തിയല്ല. നല്ല മന്തി, ഏറ്റവും മികച്ച മന്തി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ്, കുറച്ച് സ്നേഹവും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉണ്ട്. ഇത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. നേരത്തെ പറഞ്ഞ ഹോട്ടലും വളരെ തിരക്കുള്ള ഹോട്ടൽ, എന്റെ ടൗണിൽ ഏറ്റവും അധികം ആളുകൾ മന്തി കഴിക്കുന്ന ഹോട്ടലാണ് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ ഹോട്ടൽ. സോ ദ പോയിന്റ് ഇസ്, നമുക്കുള്ളൊരു മാർജിൻ അത് ഏതെങ്കിലും ഒരു കാര്യത്തെ ചാമ്പ്യൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഗുണമുണ്ട്. മറ്റു കാര്യങ്ങൾ മോശമാക്കാം, വളരെ മോശമാക്കാം എന്നല്ല അർത്ഥം. ഒരു മിനിമം ബെഞ്ച് മാർക്കിൽ വർക്ക് ചെയ്യുക, ഒരു മിനിമം ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക, കുറേയേറെ കാര്യങ്ങളിൽ നമ്മളത് കീപ്പ് ചെയ്യുക. അതോടൊപ്പം എന്തെങ്കിലും ഒരു കാര്യം ചാമ്പ്യൻ ചെയ്യുക, അതിൽ അതിഗംഭീരാവുക. അത് ചിലപ്പോ ആ ഫുഡിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കാം, ടൗണിൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ് ആയിരിക്കാം, കെയർ ആയിരിക്കാം, ഹൈജീൻ ആയിരിക്കാം, ആംബിയൻസ് ആയിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യം അതിഗംഭീരമായിട്ട് ചാമ്പ്യൻ ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളിൽ മിനിമം ബെഞ്ച് മാർക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന പറയുന്ന നല്ലൊരു മോഡലാണ്.